ഡിസിയുടെ ടുമോറോ വേഴ്സിലെ ഏറ്റവും പുതിയ ആനിമേറ്റഡ് മൂവിയാണ് ജസ്റ്റിസ് ലീഗ് ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റ് എർത്ത് പാർട്ട് 2. 3 പാർട്ടുകളായിട്ടാണ് ജസ്റ്റിസ് ലീഗ് ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റ് എർത്ത് ഇറങ്ങുന്നത്. ഈ ആനിമേറ്റഡ് മൂവിയുടെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഇതിന്റെ ഫസ്റ്റ് പാർട്ട് ഒന്ന് കാണേണ്ടതാണ്. ഈ ഒരു ആനിമേറ്റഡ് മൂവിയുടെ ഫസ്റ്റ് പാർട്ട് വെച്ച് കമ്പയർ ചെയ്താൽ സെക്കൻഡ് പാർട്ട് അത്ര വലിയ സംഭവമൊന്നുമല്ല എന്നാണ് എനിക്ക് തോന്നിയത്. ജസ്റ്റിസ് ലീഗ് ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റ് എർത്തിന്റെ പാർട്ട് 1 പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്നത് ദ ഫ്ലാഷിനെയും ദ ഫ്ലാഷിന്റെ ടൈം സ്ലിപ്പും ഒക്കെയാണ്. എന്നാൽ ജസ്റ്റിസ് ലീഗ് ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റ് എർത്തിന്റെ പാർട്ട് 2 പ്രധാനമായും ഫോക്കസ് ചെയ്യുന്നത് സൂപ്പർ ഗേളിനെയും സൈക്കോ പൈരറ്റിനെയും ഒക്കെയാണ്. ആന്റിമാറ്റർ വേവ് ഉണ്ടായിട്ട് എല്ലാ മൾട്ടിവേഴ്സിലെ എർത്തുകളെയും നശിപ്പിക്കുന്നു. അതിനെ തടയാനായിട്ട് മോണിറ്റർ മൾട്ടിവേഴ്സിൽ ലഭ്യമായ എല്ലാ സൂപ്പർ ഹീറോസിനെയും തന്റെ ബേസിലേക്ക് അല്ലെങ്കിൽ തന്റെ വാച്ച് ടവറിലേക്ക് കൊണ്ടുവരുന്നു. പിന്നീട് ആ സൂപ്പർ ഹീറോസ് ആന്റിമാറ്റർ വേവിനെ തടയാനുള്ള സൊല്യൂഷൻസ് കണ്ടുപിടിക്കുന്നതും ആന്റിമാറ്റർ വേവിനെ തടയുന്നതുമൊക്കെയാണ് ജസ്റ്റിസ് ലീഗ് ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റ് എർത്തിന്റെ പാർട്ട് 1 നമ്മൾ കണ്ടത്. ഈ ഒരു ആനിമേറ്റഡ് മൂവിയുടെ സെക്കൻഡ് പാർട്ടിൽ പ്രധാനമായും പറയാൻ ശ്രമിക്കുന്നത് സൂപ്പർ ഗേള് എങ്ങനെ മോണിറ്ററിന്റെ പക്കൽ എത്തിയെന്നും സൂപ്പർ ഗേള് എങ്ങനെ ഹാർബിഞ്ചർ ആയി എന്നതുമൊക്കെയാണ്. അത് മാത്രമല്ല മൊത്തം ബാറ്റ് ഫാമിലിയെയും ഈ ഒരു ആനിമേറ്റഡ് മൂവിയുടെ സെക്കൻഡ് പാർട്ടിലൂടെ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ സാധിക്കും. ജസ്റ്റിസ് ലീഗ് ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റ് എർത്തിന്റെ പാർട്ട് 1 കണ്ടപ്പോൾ ഒരു ഇൻഫിനിറ്റി വാർ കണ്ട ഫീലാണ് എനിക്ക് കിട്ടിയത്. എന്നാൽ ഇതിന്റെ സെക്കൻഡ് പാർട്ട് ഒരു സിവിൽ വാർ കണ്ട ഫീലാണ് എനിക്ക് സമ്മാനിച്ചത്. കാരണം സൂപ്പർ ഹീറോസ് തമ്മിൽ ഫൈറ്റ് ചെയ്യുന്നതും ആന്റി മോണിറ്ററിന്റെ ക്യാമിയോയും ഇതെല്ലാം വേറെ ലെവലായിരുന്നു. എന്തൊക്കെയോ വലുത് ഇനിയും വരാനിരിക്കുന്നു എന്ന ഭയം നൽകിക്കൊണ്ടാണ് ജസ്റ്റിസ് ലീഗ് ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റ് എർത്ത് പാർട്ട് 2 അവസാനിക്കുന്നത്. എന്തായാലും ജസ്റ്റിസ് ലീഗ് ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റ് എർത്തിന്റെ പാർട്ട് 1 തന്നെയാണ് എനിക്ക് ഏറെ ഇഷ്ടപ്പെട്ടത്. ജസ്റ്റിസ് ലീഗ് ക്രൈസിസ് ഓൺ ഇൻഫിനിറ്റ് എർത്ത് പാർട്ട് 1ന്റെ റിവ്യൂ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. ആ വീഡിയോ കൂടെ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്യുക. ഈ ആനിമേറ്റഡ് മൂവിയുടെ ഏത് പാർട്ടാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതെന്നും വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യുക. സോ ഗൈസ്, ഈ വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, മറ്റുള്ള ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ.